ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോണത് നിങ്ങളിൽ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യത്തിനുള്ള റിപ്ലൈ ആയിട്ടാണ് കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ള വർക്കേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ഇഞ്ച് മോൾഡിലാണ് ഏതൊക്കെ കേക്ക് ബേക്ക് ചെയ്യാമെന്നുള്ള ഡൗട്ടൊക്കെ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ആദ്യം ഞാൻ ഓരോ മോൾഡുകളായിട്ടൊന്ന് തരംതിരിച്ചിട്ട് കാണിച്ചു തരാം. റൗണ്ട് മോൾഡ്, അതുപോലെ സ്ക്വയർ മോൾഡ്, അതെല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ കയ്യിൽ റൗണ്ട് മോൾഡുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. സ്ക്വയർ മോൾഡ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ആദ്യം ഞാനൊന്ന് കാണിച്ചു തരാം ഏതൊക്കെയുണ്ടെന്ന്. ഒന്ന് ഇതിൽ ഇല്ല കേട്ടോ, അത് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ്. 8 ഇഞ്ചിന് നമ്മൾ റൗണ്ടിൽ പറയുന്ന പോലെ തന്നെ 1 kg ബാറ്റർ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു മോൾഡിനെ കുറിച്ച് കൂടെ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 1.5 kgയുടെ ബാറ്ററും ഈ ഒരു 8 ഇഞ്ചിൻ്റെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ നേരെ വലുതാണ് അടുത്തത്, അത് 9 ഇഞ്ചിൻ്റെ മോൾഡാണ്. അതിൽ 1.5 kg കറക്റ്റായിരിക്കും. ഇത് നമ്മൾ എങ്ങനെ അളന്നെടുക്കാമെന്നൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. എങ്ങനെയാണ് നമുക്ക് 8 ഇഞ്ച് എന്ന് മനസ്സിലാവുക, അതുപോലെ 9 ഇഞ്ച് മനസ്സിലാവുക എന്നൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ നേരെ വലുതാണ്. പിന്നെയുള്ളത് അതിൻ്റെ 2 സൈസ് കൂടുതലാണ്. അപ്പോൾ അത് 12 ഇഞ്ചാണ് പിന്നെയുള്ള മോൾഡ്. 10 ഇഞ്ചിൻ്റെയും 11 ഇഞ്ചിൻ്റെ ഒന്നും എൻ്റെ കയ്യിലില്ല. 8, 9, പിന്നെയുള്ളത് 7 ഇഞ്ചിൻ്റെ ആണ്. അതിൽ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ നമുക്ക് 1/2 kg, അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ 1 kgയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ ഫസ്റ്റ് ഞാൻ കാണിച്ച 8 ഇഞ്ചിൻ്റെ മോൾഡ് ഉണ്ടല്ലോ, അതിൽ 1 kg പറ്റുള്ളൂ. അത് അത്ര ഹൈറ്റില്ല. അപ്പോൾ അതിൽ 1 kg പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് ഇതുപോലെ ഒരു ലോഫ് പാനാണ്. ഇതിൽ നമുക്ക് ടീ കേക്ക്, അതുപോലെ അല്ലെങ്കിൽ ബ്രെഡ്, അങ്ങനത്തെ ഒക്കെ ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോൾഡാണ് ഇത്. അപ്പോൾ ഇതിൽ അതും ചെയ്തൊരു നോൺ സ്റ്റിക്കിൻ്റെ മോൾഡാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിലാറ് എനിക്കിഷ്ടം ഒരു അലുമിനിയം ഷേപ്പിലുള്ള തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ഹാർഡ് ഷേപ്പിലുള്ള ഒരു മോൾഡ് ഉണ്ട്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് നമുക്ക് 1/2 kg ബാറ്ററൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോൾഡാണ് കേട്ടോ. പിന്നെ ഡോൾ കേക്കിൻ്റെ 2 മോൾഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഹാർഡ് ഷേപ്പിൽ കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ തന്നെ നമുക്ക് ഹാർഡ് ഷേപ്പിലൊക്കെ കേക്ക് ചെയ്യാം. അപ്പോൾ ഇതിലുള്ളത് ഒന്ന് 7 ഇഞ്ചിൻ്റെ ഒന്ന് 5 ഇഞ്ചിൻ്റെ മോൾഡാണ്. 7 ഇഞ്ചിൻ്റെ നമുക്ക് 1 kg ബാറ്റർ, 1 kg കേക്കിനുള്ള ബാറ്റർ ഒഴിച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാം. ഇത് നമ്മൾ ഇവിടെ ഈ ഒരു സൈഡ് പോർഷനാണ് അളന്നിട്ട് എത്ര ഇഞ്ചാണെന്ന് നോക്കാം. ഇത് 5 ഇഞ്ചാണ്. ഇതിന് 148 രൂപ അങ്ങാണ് അതിന് എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ളതിൻ്റെ ഒന്നും റേറ്റ് ഓർമ്മയില്ല കേട്ടോ. കുറേ ആയി ഇതൊക്കെ വാങ്ങിച്ചിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഇഞ്ചാണെന്ന്. അപ്പോൾ ഡോൾ കേക്കിൻ്റെ മോൾഡൊക്കെ ഇങ്ങനെയാണ് അളന്നെടുക്കുക. അപ്പോൾ അത് 5 ഇഞ്ചിൻ്റെ മോൾഡാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് റൗണ്ട് മോൾഡൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് 5 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് കേട്ടോ. അപ്പോൾ ഇത് 5, അപ്പോൾ നമ്മൾ 2 ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ 5 ഇഞ്ചിൻ്റെ ചെയ്യുമ്പോൾ നല്ല ഹൈറ്റ് കിട്ടും. ആ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ ഇത് രണ്ടും 5 ഇഞ്ചിൻ്റെ മോൾഡാണ്. അപ്പോൾ 5 ഇഞ്ചിൻ്റെ മോൾഡിൽ നമുക്ക് 1/2 kg ചെയ്യാം, നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ബാറ്റർ പുറത്തേക്ക് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ 6 ഇഞ്ചിൻ്റെ മോൾഡിലാണ് 1/2 kg ബാറ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ടയർ കേക്ക് നല്ല ഹൈറ്റിൽ കിട്ടായി 6 ഇഞ്ചിൻ്റെ 1/2 kgയുടെ ബാറ്റർ ആ 2 മോൾഡിലൊക്കെ ആയിട്ട് 5 ഇഞ്ചിൻ്റെ 2 മോൾഡിലൊക്കെ ആയിട്ട് ചെയ്താൽ മതി. പിന്നെ ഇത് രണ്ടും 6 ഇഞ്ചിൻ്റെ മോൾഡാണ്. ഇതുണ്ടോ, 6 ഇഞ്ചിൻ്റെ മോൾഡാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 1/2 kg ബാറ്റർ എടുക്കാം. അപ്പോൾ 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ നല്ല ഹൈറ്റ് കിട്ടും. അതായത് ടോൾ കേക്ക് ചെയ്യണം, 1 kgയുടെ ബാറ്റർ എടുത്തിട്ട് ടോൾ കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ചെയ്താൽ നമുക്ക് നല്ല ഹൈറ്റിൽ ടോൾ കേക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് 6.5 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ്. ഈ 6.5 ഇഞ്ചിൻ്റെ മോൾഡിൽ നമുക്ക് 1/2 kg ചെയ്യാൻ പറ്റും. പക്ഷേ 1 kg പറ്റില്ല കേട്ടോ 6.5 ഇഞ്ചിൻ്റെ. അപ്പോൾ 1/2 kg കേക്കിന് 6.5 ഇഞ്ചിൻ്റെ കുറച്ച് വീതിയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് 6.5 ഇഞ്ചിൻ്റെ മോൾഡിൽ 1/2 kgയുടെ ബാറ്റർ ഒഴിച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് 2 7 ഇഞ്ച്. ഇതൊന്ന് 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് 6.5 ഇഞ്ചാണ്. ഇത് ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ 6.5 ഇഞ്ചാണ് കാണിക്കുക. പിന്നെ ഉള്ളത് 2 7 ഇഞ്ചിൻ്റെ മോൾഡ്. ഇത് രണ്ടും 2 7 ഇഞ്ചിൻ്റെ മോൾഡാണ്. അപ്പോൾ നമുക്ക് ഒരു 2 kg കേക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ 2 7 ഇഞ്ചിൻ്റെ കേക്കിൽ ചെയ്ത നല്ല ടോൾ കേക്കായിട്ട് നമുക്ക് കിട്ടും. 1 kgയുടെ ബാറ്റർ നമുക്ക് 7 ഇഞ്ചിൻ്റെ ചെയ്യാം. അതുപോലെ തന്നെ 7 ഇഞ്ചിൻ്റെ 1/2 kgയുടെ 2 ലെയർ മതി എന്നുണ്ടെങ്കിൽ 1/2 kgയുടെ ബാറ്റർ നമുക്ക് 7 ഇഞ്ചിൽ ചെയ്യാം. 3 ലെയറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിൻ്റെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് 8 ഇഞ്ച് മോൾഡാണ്. 8 ഇഞ്ചിൻ്റെയും 2 മോൾഡാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ മോൾഡ് നമ്മൾ 1 kg ബാറ്റർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. 1 kgയുടെ കേക്കൊക്കെ ഇതിലാണ് ബേക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഹൈറ്റ് കിട്ടില്ല, പക്ഷേ നമുക്ക് ഒരുപാട് ബേക്കൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ചെയ്യാണ് നല്ലത്. പിന്നെ ഹൈറ്റ് ടോൾ കേക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ തന്നെ 1 kg ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി.
അങ്ങനെ ഇത് 2 എണ്ണമാണുള്ളത്. അപ്പോൾ 2 എണ്ണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വാഞ്ചോ കേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ബേക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ 2 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ 9 ഇഞ്ചിൻ്റെതും പിന്നെ ഉള്ളത് 10 ഇഞ്ചിൻ്റെതുമാണ്. 9 ഇഞ്ചിൻ്റെയിൽ നമുക്ക് 1.5 kg കേക്ക് വരെ ബേക്ക് ചെയ്യാം. അത് ഹൈറ്റ് ഉണ്ടെങ്കിൽ 2 kgയുടെയും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് 10 ഇഞ്ചാണ്. ഇതിൽ 2 kgയുടെ ബാറ്ററാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പോവുക. ഇത്രയാണ് മോൾഡ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ 12 ഇഞ്ചിൻ്റെ റൗണ്ട് ഇല്ല, അത് ഇൻഷാല്ലാ വാങ്ങണം. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ 10 ഇഞ്ച് വരെയുള്ളതാണ് എൻ്റെ കയ്യിൽ. 10 ഇഞ്ചിൽ 2 കിലോ ആണ് ബേക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ അളവിൽ ബേക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത്, നമ്മൾ 2 ടയർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഇഞ്ച് സെലക്ട് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 10 ഇഞ്ച് ഇത് ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 2.5 kgയുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഞാനൊരു 2 ടയർ കേക്കിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ ഒരു മോൾഡും അത് കഴിഞ്ഞിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു 4 കിലോയുടെ 3 ടയർ കേക്ക് ഉണ്ടാക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം 10 ഇഞ്ചിൻ്റെ മോൾഡിൽ 2 kg കൊള്ളുമല്ലോ. പിന്നെ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ 1 kg, അപ്പോൾ അങ്ങനെ 3 kg ആയി. പിന്നെ ഒരു 2 6 ഇഞ്ചിൻ്റെ മോൾഡ് എടുക്കുക, അപ്പോൾ വീണ്ടും 1 kg ആവും. 2 6 ഇഞ്ചിൻ്റെ ചെയ്യുമ്പോൾ അര അങ്ങനെ 1 kg ആവും. അങ്ങനെ ടോട്ടൽ 4 kgയുടെ കേക്ക് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ 6 ഇഞ്ചിൻ്റെ 2 ചെയ്യുമ്പോൾ നല്ല ഹൈറ്റ്, മുകളിലെ കേക്കിന് നല്ല ഹൈറ്റും കിട്ടും, കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 2 ടയർ കേക്ക് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 2 ഇഞ്ച് ഡിഫറൻസിലെങ്കിലും നമുക്ക് മോൾഡ് എടുക്കണം കേട്ടോ. പിന്നെ അതിൽ ഒരു 3 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. മിനിമം 2 ഇഞ്ചിൻ്റെ ഡിഫറൻസിൽ വേണം മോൾഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഒരു 3 kgയുടെ മെത്തേഡിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 7 ഇഞ്ചിൻ്റെ എടുത്തു. അത് കഴിഞ്ഞിട്ട് 5 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. 9 ഇഞ്ചിൻ്റെ മോൾഡിൽ 1.5 kgയും അതുപോലെ 7 ഇഞ്ചിൻ്റെ 1 kg, അപ്പോൾ 2.5 kg ആയി. പിന്നെ 5 ഇഞ്ചിൻ്റെ ഒരു 1/2 kgയും, ഇത് ഹൈറ്റുള്ള മോൾഡാണല്ലോ, അപ്പോൾ 1/2 kgയും അതിൽ കൊള്ളുന്നില്ലാന്നെങ്കിൽ ഒരു 5 ഇഞ്ചിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമുക്കിത് 3 kg ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെയുള്ള ബാറ്റർ നമ്മൾ ഒരുമിച്ചായിട്ട് റെഡിയാക്കി എടുക്കുക. 2.5 kgയുടെ ഒരു 3 ടയർ കേക്ക് ആണെങ്കിൽ നമുക്കിതുപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യം 9 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുക്കുക, പിന്നെ 7 ഇഞ്ചിൻ്റെ മോൾഡ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു 5 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്താൽ നമുക്ക് 2.5 kgയിലെ 3 ടയർ കേക്ക് പറ്റും. അതുപോലെ ഒരു 2.5 kgയുടെ 2 ടയർ കേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറ്റുമെന്ന് വെച്ചാൽ 10 ഇഞ്ചിൻ്റെ മോൾഡ് എടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് 10 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 9 ഇഞ്ചിൻ്റെ എടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 9 ഇഞ്ചിൻ്റെ എടുത്താൽ പിന്നെ 7 ഇഞ്ച് അല്ലേ, 7 ഇഞ്ചിൻ്റെ എടുക്കുക. അപ്പോൾ അങ്ങനെ ടോട്ടൽ 2.5 kg ആവും. ഇനി നമുക്ക് ഒരു 1.5 kgയുടെ 2 ടയർ കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 5 ഇഞ്ചിൻ്റെ മോൾഡ് എടുക്കാം, അതുപോലെ 6 ഇഞ്ചിൻ്റെ മോൾഡ് എടുക്കാം. അപ്പോൾ 8 ഇഞ്ചിൽ 5 ഇഞ്ച് ആകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു 3 ഇഞ്ച് ഡിഫറൻസ് വരും. അല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ആണെങ്കിൽ നമുക്ക് 1.5 kgയുടെ ബാറ്ററി ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ഇഞ്ച് ഡിഫറൻസ്, അപ്പോൾ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു 5 ഇഞ്ചിൻ്റെ മോൾഡ് മാറ്റിയിട്ട് 6 ഇഞ്ചിൻ്റെ നമുക്ക് ചെയ്തെടുക്കാം. ഈ 2 മെത്തേഡിൽ നമുക്ക് ഏത് ഇതാണോ ബെറ്റർ തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്തായാലും മിനിമം ഒരു 2 ഇഞ്ച് ഡിഫറൻസ് എങ്കിലും ഓരോ മോൾഡും തമ്മിൽ ഗ്യാപ്പ് വേണം. ആ രീതിയിൽ വേണം മോൾഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 9 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഹൈറ്റിൽ, ഐ മീൻ താഴത്തേത് കുറച്ച് വീതിയിലും മുകളിലെ ടയർ കുറച്ച് ഇതിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 9 ഇഞ്ചിൻ്റെ മോൾഡും അതുപോലെ ഇത് 6 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ 3 ഇഞ്ചസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോഴും കേക്ക് കാണാൻ ഭംഗി ഉണ്ടാവും കേട്ടോ. 2 ടയർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് 8 ഇഞ്ചും അതുപോലെ 5 ഇഞ്ചും കേക്ക് ബാറ്റർ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ബാറ്റർ സെലക്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ 1.5 kg ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മോൾഡ് ആദ്യം സെലക്ട് ചെയ്യുക. 1.5 kg എത്ര ഇഞ്ചിൽ ചെയ്യാൻ പറ്റും ആ രീതിയിൽ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ 2 ടയർ കേക്കൊക്കെ ചെയ്യുക. അപ്പോൾ അത് ഡൗട്ടുള്ളവർക്കൊക്കെ ക്ലിയർ ആയി വിചാരിക്കണം. അപ്പോൾ ഇതാ ഒരു 5 ഇഞ്ചിൻ്റെ മോൾഡ് കൂടെ ചെയ്താൽ ഇപ്പോൾ നമുക്ക് 1.5 kg ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഐഡിയ, ബിഗിനേഴ്സ് ആയിരിക്കട്ടെ ഞാൻ ഈ ക്ലാസ്, ഈ ഒരു ബേക്കിംഗ് ക്ലാസ് പറയുന്നത്. ബിഗിനേഴ്സ് അല്ലാത്തവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ അവർക്ക് എല്ലാവരും അറിയുന്നതായിരിക്കും. ബിഗിനേഴ്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും മോൾഡുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.